ഇവരെന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ചെന്ന വേദാന്തിന് സന്തോഷമാവുന്നോ? ഇവരോട് എന്തെങ്കിലും വേദാന്ത് പറഞ്ഞിട്ടുണ്ടോ? അന്ന് ദീപാവലിക്ക് നടത്തിയ ഫംഗ്ഷൻ വിജയിക്കാൻ കാരണം നീയാണെന്ന് എനിക്ക് ലേറ്റായിട്ട് മനസ്സിലായത്. എല്ലാ കാര്യവും നീ ഭംഗിയായിട്ട് ചെയ്തു. ആക്ച്വലി അന്നാ നിന്റെ ടാലന്റ് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. സോ ഈ ഫംഗ്ഷന്റെ ഉത്തരവാദിത്വവും നീ തന്നെ ഏറ്റെടുക്കണം. അപ്പോ ഇവര് ഫാമിലിയെ കുറിച്ചുള്ള കൺസേണിൽ വിളിച്ചതല്ല, നിന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ. നീ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഏറ്റെടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേദാന്തിന് അത് വലിയ സന്തോഷമായിരിക്കും. വേറൊന്നും കൊണ്ടല്ലേ, നീ ചെയ്യുന്ന കാര്യത്തിൽ അവൻ അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട്. അപ്പോ നീ ഫംഗ്ഷന് വരുമെന്ന് ഉറപ്പിക്കാമല്ലോ. അമൂല്യ, നീ കേൾക്കുന്നുണ്ടോ? നീ എന്തായാലും വരുമല്ലോ അല്ലേ? ആ ആന്റി, ഞാൻ ഫംഗ്ഷന് വരാം. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ഓഫീസ് ജോലിയും ഫംഗ്ഷൻ വർക്കും എല്ലാം ഓവറായി എന്ന് ചിന്തിക്കണ്ട. നിന്റെ ജോലിക്ക് ഞാൻ എക്സ്ട്രാ പേയ്മെന്റ് തന്നുകൊള്ളാം. എന്റെ കയ്യിൽ പൈസ ഇല്ല, അത് ശരിയാ. എന്ന് കരുതി എല്ലാ കാര്യവും ഞാൻ പൈസ വെച്ച് കണക്കാക്കുന്ന ആളൊന്നും അല്ല ആന്റി. വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി എനിക്ക് ശമ്പളം ആവശ്യമില്ല. എന്തു തന്നെയായാലും ഇതെന്റെ ചേച്ചിയുടെ ഫാമിലി ഫംഗ്ഷൻ അല്ലേ. നിങ്ങൾ എനിക്ക് കാശ് തരേണ്ട ആവശ്യമില്ല. ശരി, എങ്കിൽ അവിടുത്തെ ജോലിയൊക്കെ തീർത്തിട്ട് വേഗം എത്തിക്കും. ശരി ആന്റി. ആ വിക്കിയോ? എന്താ മോനെ? ആ വാ വാ ഇരിക്കേ. അത് വിട്, ആദ്യം വന്ന കാര്യം പറയട്ടെ. നമ്മുടെ വീട്ടിലൊരു പാർട്ടി ഉണ്ട്. ആർദിനെ പിന്നെ പ്രത്യേകം വിളിക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം അവളുടെ വീട്ടിലെ പാർട്ടിയും കൂടിയല്ലേ. സോ ഞാൻ ഈ വീട്ടിലെ മരുമോനായതുകൊണ്ട് അച്ഛനും അമ്മയെ വിളിക്കാന്നുള്ളത് എന്റെ ഉത്തരവാദിത്വം അല്ലേ. അതുകൊണ്ട് അച്ഛനും അമ്മയും അനിയത്തിമാരും എല്ലാവരും വീട്ടിലോട്ട് വന്നോളാം. വരാതിരിക്കല്ലേ? ശരി മോനെ, എല്ലാവരും വരും. അമ്മോ അമ്മോ. ഈ വിക്കി അമ്മ അതിനമ്മ അകത്തേക്ക് പോയില്ലേ? ഒന്ന് വിടുന്നുണ്ടോ? അമൂല്യയുടെ കൂടെ ആയിരുന്നപ്പോ നമ്മുടെ ബോസ് നല്ല റൊമാൻറ്റിക് മൂഡിലായിരുന്നു. എന്നാ സാഹിത്യയുടെ കൂടെ കൂടിയ അന്ന് മുതല് നമ്മുടെ ബോസ് പഴയ വേദാന്തിലേക്ക് തിരിച്ചു പോകുവാണെന്നാ തോന്നുന്നേ. മനസ്സിൽ എന്നെ തെറി വിളിച്ചു കഴിഞ്ഞെങ്കിൽ അമൂല്യ വിളിച്ചോണ്ട് വാ. മനസ്സിൽ മാത്രമല്ല, നേരിട്ട് വേണമെങ്കിലും ഞാൻ വിളിക്കാം ബോസ്. തന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? താനെന്തിനാ വിളിക്കുന്നേ? ബോസ് വിളിച്ചായിരുന്നോ? ആ അമൂല്യ. എടോ സുമേഷേ, ബോസ് തോനെങ്ങോട്ടോടെ ഓടുന്നേ? അത് പിന്നെ ബോസ്, രണ്ട് പ്രാവുകൾക്കിടയിൽ ഒരു മൂങ്ങയ്ക്ക് എന്ത് കാര്യം ബോസ്? വൈകുന്നേരത്തെ പാർട്ടിക്ക് എല്ലാരും കൂട്ടിയിട്ട് വരണം. എന്തു പറ്റി? റിപ്ലൈ ഒന്നും ഇല്ലല്ലോ. ഓക്കെ ആണെന്ന് സിഗ്നൽ കാണിച്ചല്ലോ. ഇങ്ങനെ സിഗ്നല് കാണിക്കാതെ വാ തുറന്ന് പറഞ്ഞാൽ എന്താ നിനക്ക്? എന്താ മൂഡ് ഓഫ് ആയിരിക്കുന്നേ? കാര്യം എന്താന്ന് പറ. അങ്ങനെയൊന്നുമില്ലല്ലോ ബോസ്. ഇത് പറയാനാ ബോസ് വിളിച്ചെങ്കിൽ ഞാൻ പോവാ, എനിക്ക് ജോലിയുണ്ട്. ഹലോ, പറമ്പായി. ദരിദ്രവാസി പ്രമേളയുടെ വീട്ടുകാരെ ഞാൻ നാണം കെടുത്തി അയക്കും. ആ അമൂല്യെ കൊണ്ടൊരു വേലക്കാരിയെ പോലെ ഞാൻ പണിയെടുപ്പിക്കും. അവരുടെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള എല്ലാ പ്ലാനുകളും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നീ ഇതിനിടയ്ക്ക് കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ച് എന്റെ പ്ലാനുകളൊന്നും നശിപ്പിക്കാൻ നോക്കരുത്. അമ്മായി, ഞാൻ സഹായിക്കാൻ നോക്കുന്നതല്ലാതെ അമ്മായിയുടെ പ്ലാനൊന്നും നശിപ്പിക്കാൻ ശ്രമിക്കില്ല. അതുമാത്രമല്ല,
ഞാൻ അമ്മായിനെ അറിയിക്കാതെ ഒന്നും ചെയ്യേയില്ല. അങ്ങനെയാണോ? നീ വിക്കിയെ മയക്കിയെടുത്ത് കല്യാണം കഴിക്കാൻ പോയതൊന്നും ഞാൻ അറിഞ്ഞില്ലെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? എല്ലാം ഞാൻ അറിയുന്നുണ്ട്. അമ്മായി, അത് എന്റെ പേര് സുഹാസിനി മേനോന്നാ. അന്ന് ആരതി കല്യാണം തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനത് തടയുമായിരുന്നു. നിന്റെ പ്രായം അതാ. ആവേശം കുറച്ച് കൂടും, ബുദ്ധിയും കുറവാ. നോക്ക്, ഇത്രയും നാളെ നമ്മൾ ചെയ്ത പ്ലാനുകളൊക്കെ പൊളിഞ്ഞിട്ടുണ്ടാകും. എന്ന് വെച്ച് ഓവർ കോൺഫിഡൻസ് വേണ്ട. എനിക്ക് വിക്കി ഒത്തിരി ഇഷ്ടമായി, അതുകൊണ്ടാ ഞാൻ അങ്ങനെ. ഷട്ടപ്പ്. എനിക്കതറിയാം. പിന്നെ പറയേണ്ട ആവശ്യമില്ലേ. ആ തെറ്റ് വീണ്ടും ആവർത്തിക്കുന്നത് സ്വന്തം കഴുത്തിൽ കുരുക്കിടുന്നത് പോലെയാണെന്ന് ചിന്തിക്കണം. ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ചാൽ വിക്കിയുമായിട്ടുള്ള നിന്റെ കല്യാണം ഞാൻ നടത്തിത്തരും. അതല്ലാതെ ഒരു ബൈപ്പാസ് വഴിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വിക്കിക്ക് വേറെ പെൺകുട്ടിയെ എനിക്ക് അന്വേഷിക്കേണ്ടി വരും. ഓർമ്മയിരിക്കട്ടെ. ഇല്ല അമ്മായി, അന്നങ്ങനെ പറ്റിപ്പോയതാ. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ. ഇനി സത്യമായിട്ടും അമ്മായി എന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ ഞാൻ അനുസരിച്ചോളാം. പ്ലീസ് അമ്മായി. സമ്മതിച്ചെന്ന് വെറും വാക്കിൽ പറഞ്ഞാൽ പോരെ, അത് പ്രവൃത്തിയിലും ഉണ്ടായിരിക്കണം. ഇത്രയും നാളും എന്നെ കൂടെ നിർത്തി അവർക്ക് വേണ്ടി എല്ലാ കാര്യത്തിനും എന്നെ ഉപയോഗിച്ചിട്ട് ഇപ്പൊ എന്നെ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുന്നോ? സ്വന്തം അനിയനെ ഒന്നിനും കൊള്ളാത്തവനെന്ന് പറഞ്ഞ് വീട്ടിൽ നൂടിച്ചു വിട്ടപ്പോ തന്നെ മനസ്സിലാക്കണമായിരുന്നു ഞാൻ. വേദനിക്കുന്നു. വാട്ട്? കൈ വേദനിക്കുന്നു. നിനക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? ഞാൻ എന്താ ചെയ്തേ? നിങ്ങൾ എന്തെങ്കിലും ചെയ്തെന്ന് ഞാൻ പറഞ്ഞോ? എനിക്ക് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഈ ഓഫീസിൽ ഞാനാണ് ബോസ്. നിനക്കിപ്പോ ജോലി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയുന്നതല്ലേ. പ്രൊജക്റ്റ് എല്ലാം കഴിഞ്ഞു, പിന്നെ എന്ത് ജോലിയാ ഉള്ളത്? പെൺകുട്ടികളെ ഇഷ്ടമല്ലെന്ന് എപ്പോഴും പറയും, എന്നിട്ട് എന്റെ കൈ കയറി പിടിക്കുന്നു. എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല. ഞാൻ ഇവിടുത്തെ അഡ്മിനാ. പ്രോജക്റ്റ് തീർന്നെന്നും പറഞ്ഞ് എനിക്ക് ഇവിടെ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ ജോലി കാണില്ലേ? അത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അതുമാത്രല്ല, ചെറിയ ചെറിയ ജോലികളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ വിളിച്ചു, ഞാൻ വന്നു. എന്നോട് കാര്യം പറഞ്ഞു, ഞാൻ കേട്ടു. അത് കഴിഞ്ഞ് ഞാൻ പോന്നു. നിങ്ങൾ എന്റെ ബോസാ. അതുകൂടാതെ എന്റെ ചേച്ചിയുടെ ചേട്ടനാ. അത്രേ ഉള്ളൂ. അതല്ലാതെ എനിക്ക് നിങ്ങളോട് വേറെന്താ സംസാരിക്കാനുള്ളത്? അതുകൊണ്ടാ പോന്നേ. അതിലെന്താ തെറ്റ്? ഞാൻ സംസാരിച്ചാലും കുഴപ്പം, സംസാരിച്ചില്ലേലും കുഴപ്പം അല്ലേ? ഇല്ല, നീ പറഞ്ഞതാ ശരി. പൊക്കോ. ആദ്യ നമ്മളെന്തിനാ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്? വീട്ടിൽ പോയിരുന്ന് സംസാരിച്ചാ പോരെ? വീട്ടിലിരിക്കുന്ന അത്ര സേഫ് അല്ല. ആരെങ്കിലും ഒക്കെ കേൾക്കും. നിങ്ങൾ ചേട്ടനായിട്ട് സംസാരിച്ചിരുന്നോ? എനിക്ക് അവനെ കാണാൻ പറ്റിയിട്ടേ ഇല്ല. ഞാൻ എത്തിയപ്പോഴേക്കും ഓഫീസിൽ നിന്ന് പോയി കഴിഞ്ഞു. മേ ബി സാഹിത്യയുടെ കൂടെ എങ്ങാനും. അല്ല, നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാനല്ല സാഹിത്യയുടെ കൂടെ പോയത്, നിന്റെ ചേട്ടന്. ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങക്ക് മര്യാദക്ക് ചെയ്യാൻ പറ്റില്ലല്ലേ? എന്നിട്ട് ചേട്ടനെ പറ്റി നോൺസെൻസ് പറയാ അല്ലേ? നിനക്ക് തോന്നുമ്പോഴൊക്കെ നിന്റെ ഏട്ടനെ കുറ്റം പറയാമല്ലോ. ഞാൻ പറയുമ്പോ മാത്രം നിനക്കെന്താ കുഴപ്പം? ഞാനൊരു റിലേറ്റീവാ, എനിക്കും സ്വാതന്ത്ര്യമുണ്ട് പറയാൻ. എന്നിട്ട് നിങ്ങളുടെ സംസാരത്തിന് ഒരു കുറവുമില്ല. അല്ല, നീ എന്റെ അടുത്ത് എന്തിനെങ്ങനെ ചാടിക്കടിക്കാൻ നിൽക്കുന്നേ? സിറ്റുവേഷനെ പറ്റി നിനക്കും അറിയാവുന്നതല്ലേ? അതൊക്കെ ഇനി എപ്പോ മനസ്സിലാവും എന്തോ. ആ വന്നല്ലോ അടുത്ത ആള്. ഹലോ. ആ ഹായ് സിസ്റ്റർ, ഹൗ ആർ യു? ചേട്ടനോട് സംസാരിച്ചോ? ആക്ച്വലി ഞാൻ ചേട്ടനോട് സംസാരിക്കാൻ പോയതാ. പക്ഷെ ചേട്ടൻ ഭയങ്കര ചൂടിലായിരുന്നു. അവന്റെ ദേഷ്യത്തെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ എന്താ പ്രശ്നം? എല്ലാവരും എന്താ സംസാരിക്കുന്നത്? വേദാന്ത ചേട്ടൻ എന്തിനാ ദേഷ്യപ്പെട്ടത്? നിന്റെ ഈ പുന്നാര ചേട്ടന്റെ കെട്ടിയോള് അവളുടെ വലിയേട്ടന്റെ മനസ്സിലുള്ള ഫീലിങ്സ് അറിയാൻ വേണ്ടി ഞങ്ങൾ ഈ പാവം പിടിച്ചവർക്ക് എല്ലാവർക്കും ഓരോ ടാസ്ക് തന്നിരിക്കും. അതിനെന്തിനാ സിദ്ധാർത്ഥന്റെ കെട്ടിയോൾ പറയുന്നത്? നിന്റെ അനിയത്തിയല്ലേ? ചേട്ടന്റെ കാര്യം ചുമ്മാ എടുത്തിട്ട് ഭദ്രകാളിനെ പോലെയുള്ള പെരുമാറുന്നേ. നിങ്ങളുടെ ഈ ടാസ്കും സംസാരം കൊണ്ടൊന്നും യാതൊരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. നീ എന്താ പറയുന്ന ആരതി?
അമ്മു ഇതെല്ലാം അവസാനിപ്പിച്ചിരിക്കുക. അവളുടെ മനസ്സിലുള്ള വേണ്ടാത്ത ആഗ്രഹങ്ങളെല്ലാം ചുട്ടുകളയാൻ അവളിപ്പോ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവള് എന്റെ വിക്കി, നിങ്ങളൊക്കെ അവളെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. എന്നാ ഞാനും സിദ്ധാർത്ഥേട്ടൻ അവളെ കുഞ്ഞുനാള് മുതൽ കാണുന്നത് കൊണ്ട് പറയാം, വേദാന്ത ചേട്ടൻ സാഹിത്യയെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞതിനു ശേഷം അവളുടെ മുഖത്ത് ഒരു ചെറിയ ചിരി പോലും ഞാൻ കണ്ടിട്ടില്ല, അറിയോ? അവളെ അങ്ങനെ കാണാൻ പറ്റുന്നില്ല ആരതി. അവൾ അങ്ങനെ ഒന്നും ഇരിക്കേണ്ട ആളെയല്ല. എന്നാ അവളിപ്പോ അങ്ങനെയാണ്. അതാണ് സത്യം ചേച്ചി. എനിക്ക് എന്റെ അനിയത്തിനെ തിരിച്ചു വേണം. അവളുടെ ജീവിതം ഞങ്ങൾക്ക് വളരെ വലുതാണ്. അതിനു വേണ്ടിയിട്ടല്ല ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ തലപുകയ്ക്കുന്നത്. അവളുടെ ചിരി തിരിച്ചു വന്നിരിക്കും. ഇതെന്റെ പ്രോമിസാ. അതെ അതെ, ആദ്യം പറഞ്ഞതാ. ഞാൻ ആരതിക്ക് പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. അത് ഫുൾഫിൽ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. ചേട്ടനുമായിട്ട് സംസാരിക്കണം, അത്ര തന്നെ. അല്ല അത് പിന്നെ ആ ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞാ പിന്നെ ചെയ്തല്ലേ പറ്റൂ. ചേട്ടൻ തിരിച്ചൊന്നും പറയാതെ സമ്മതിച്ചല്ലോ ചേച്ചി. വെറുതെയാണോ ആരതി? ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. നീയും അളിയനും എന്ത് വേണേലും ചെയ്തോ. പക്ഷെ ദൈവത്തോർത്ത് ഈ ട്രെയിനിങ് ഒന്ന് ആരതിക്ക് പറഞ്ഞു കൊടുക്കല്ലേ. എന്റെ ആരതി ഇങ്ങനെ സോഫ്റ്റായി സ്വീറ്റായി എപ്പോഴും ഉണ്ടായാൽ മതി. അതാ എനിക്കിഷ്ടം. അതാണ് പ്രോബ്ലം ചേട്ടാ. ആരതി കുറച്ചുകൂടി സ്മാർട്ടായ എല്ലാം ശരിയാവും. ആരതി വന്നേ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. ഇനി കുറച്ചു നേരം കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഇതുപോലൊരു ഭദ്രകാളിനെ ഞാനും ചുമക്കേണ്ടി വരും. ഒന്ന് നിക്കടാ, കുറച്ച് ജോലിയുണ്ട്. ഷോപ്പിങ്ങിന് പോയി വന്നിട്ട് ഞാനും ചേട്ടനും കൂടി കൊണ്ടുവിട്ടേക്കാം. ഞാനായിട്ട് എന്തിനാ നോ പറയുന്നത്? എല്ലാത്തിനും യെസ്. കൂടുതൽ ഡ്രാമയൊന്നും വേണ്ട. രണ്ടുപേരും ചേർന്ന് തന്ന പ്രോമിസ് നിലനിർത്താൻ നോക്ക്. തീർച്ചയായിട്ടും ശ്രമിക്കാൻ ഡിയർ. ശ്രമിച്ച പോരാ, അത് നടത്തി കാണിക്കണം. ഇല്ലെങ്കിലേ മുറുക്കി പുറത്ത്, അറിയാലോ. വിക്കി, വേദാന്ത ചേട്ടന്റെ അടുക്ക് പോയി ഒന്ന് സംസാരിച്ചു നോക്ക്. അല്ലെങ്കിൽ എന്ന് പറയാൻ ഞാനിപ്പോ റൂമിന് പുറത്ത് തന്നെയല്ലേ ഉള്ളേ. അല്ല എങ്കില് ഞാൻ ഗുഡ് നൈറ്റ് കോൾ അങ്ങ് ക്യാൻസൽ ചെയ്യും. അല്ലാളിയാ, അമൂല്യയുടെ മുഖത്ത് ചിരി വരുത്തണമെന്ന് ആരതിയോട് പറഞ്ഞത് ആദ്യാ. പക്ഷെ നടത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേതും. പണ്ടാരോ പറഞ്ഞതുപോലെ പെൺകുട്ടികളൊക്കെ ഭയങ്കര സ്ട്രോങ് അളിയാ. എന്റെ കൊച്ചു എന്ത് പാവമായിരുന്നു, എന്ത് തക്കിടുമായിരുന്നു. എന്റെ അനിയത്തി എടുത്ത് 5 മിനിറ്റ് സംസാരിച്ചപ്പോഴേക്കും ഇങ്ങനെയായി. വാ, നമ്മൾ ആണുങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതി കൊടുക്കുമ്പോ പകുതി അങ്ങ് മറന്നുപോകും. അതെങ്ങനാ? ഇവിടെ ഉള്ള ജോലികളെല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യുന്നേ, എങ്ങനെ മറക്കാതിരിക്കും? ഇളയത്തങ്ങളെ 2 ഉള്ളത് ഒരു ഉത്തരവാദിത്വം ഇല്ല. അല്ല, പാല് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോഴേ ബാത്റൂമിന്റെ കാര്യം പറഞ്ഞ് 2 കൂടെ ഓടിപ്പോയി. ഞാൻ മറന്നുപോയെന്നാ വിചാരിച്ചേ. 2 ഇങ്ങോട്ട് വരട്ടെ. പാവം അമ്മു ആരതിയും എല്ലാ ജോലികളും ചെയ്യുന്നകൊണ്ടാ അവർക്ക് അഹങ്കാരം. അമ്മേ ഇതാ. അയ്യോ, എന്താ ഇത്? ഇതെല്ലാം നീ എന്തിനെങ്ങനെ കൊണ്ടുവന്നേ? അതമ്മേ, നീ ഡിപ്പോയി പോയെന്നാ ഞാൻ വിചാരിച്ചേ. ഇതെല്ലാം നീ എന്തിനിപ്പോ മേടിച്ചോണ്ട് വന്ന മോനെ? ഞാനെന്തോ വലിയ കാര്യം ചെയ്ത പോലെയാണല്ലോ അമ്മ പറയുന്നേ. ഇതിനിപ്പോ എന്താ? അതല്ല മോനെ, ഇതെല്ലാം വാങ്ങാൻ വേണ്ടി ഞാൻ ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, അത് പിന്നെ ഇതെല്ലാം എനിക്ക് വേണോന്ന് മോനെങ്ങനെ മനസ്സിലായി? ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോ അമ്മ അങ്കിളിനോട് പാല് വാങ്ങണമെന്നും അവിയൽ ഇഷ്ടമാണെന്നും പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ട് പാല് വാങ്ങാൻ പോയപ്പോ അവിയലിന് വേണ്ട കുറച്ച് പച്ചക്കറികളും കൂടെ ഞാൻ വാങ്ങിയെന്നേ ഉള്ളൂ. ഒന്ന് റിപ്ലൈ തന്ന എന്താ ഇവക്ക്? എന്നെ അവോയ്ഡ് ചെയ്യാൻ നോക്കുകയാണോ? നേരത്തെ പോലെ വഴക്കിന് വരുന്നില്ല ഇവള്. ഞാൻ അങ്ങനെ ഹേർട്ടായിട്ട് അവളോടൊന്നും പറഞ്ഞതായി ഓർക്കുന്നുമില്ല. പിന്നെന്താ അവക്ക് പറ്റിയേ? ഞാനിപ്പോ നല്ല രീതിയിലല്ലേ സംസാരിക്കുന്നത്. പിന്നെന്തിനാ അവക്ക് എന്നോട് ഇത്ര ദേഷ്യം? വേഗം ചേർന്ന ക്ലോത്ത് ഇട്ടാ മുല്യമേടെ കണ്ട വഴക്കുറിയും. അപ്പോ അമ്മ
അമൂല്യ ഇവിടെ എത്തിയിട്ടുണ്ടോ? അയ്യോ ചേട്ടാ, ഇതൊക്കെ കുറച്ച് സൂക്ഷിച്ച് ചെയ്യണ്ടേ? വിലപിടിപ്പുള്ള സാധനം. ഇനി 2 മണിക്കൂറുണ്ട് പാർട്ടി തുടങ്ങാൻ. തിരക്കുണ്ടെന്ന് മനസ്സിലായി. ധൃതി കാണിച്ച് വെറുതെ സാധനം നശിപ്പിക്കരുത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യ് ചേട്ടാ. സോറി മാഡം, അറിയാതെ പറ്റിയതാ. പെട്ടെന്ന് എത്തിക്കാന്ന് കരുതിയാ. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. സോറി മാഡം. അതെന്തിനാ അങ്ങനെ വിചാരിക്കുന്നേ? നിങ്ങൾ അറിഞ്ഞോണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒരാള് തെറ്റ് ചെയ്യുമ്പോ അയാളെ ചീത്ത പറയാനും ശിക്ഷ കൊടുക്കാനൊക്കെ എളുപ്പമുള്ള കാര്യം. എന്നാ കുറച്ച് സമയം നമ്മൾ അവരുടെ സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് മനസ്സിലാവും ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന്. ശരി, പോയി ജോലി ചെയ്ത് തീർക്ക്. ശ്രദ്ധിച്ച്. എത്ര നേരമായിട്ട് ഞാൻ മെസ്സേജ് അയക്കുന്നു. ഇവിടെ എത്തി എന്ന് പറയാൻ നിനക്ക് എന്താ എത്ര മടി? ഇത് വീട്ടിലെ ഫംഗ്ഷനാ, നീ എൻജോയ് ചെയ്യേ. നീ എന്തിനാ ജോലി ചെയ്യുന്നേ? ഇവളോട് ഇവിടുത്തെ ജോലി ചെയ്യാൻ ഞാനാ പറഞ്ഞത്. അറേഞ്ച്മെന്റ്സ് ഒക്കെ നോക്കിക്കൊണ്ടോന്ന് ഞാനാ പറഞ്ഞത്. കഴിഞ്ഞ ദീപാവലിക്കുള്ള പാർട്ടിയൊക്കെ ഇവള് ഭംഗിയായിട്ട് ചെയ്തിരുന്നു. ഞാനത് ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാ നീ ഈ കാര്യത്തിൽ ടെൻഷനൊന്നും അടിക്കണ്ട, ഞാൻ തന്നെ എല്ലാം ചെയ്തോളാന്ന് പറഞ്ഞത്. ഇവള് നമ്മുടെ ഫാമിലി അല്ലേ? ഇവളിവിടുത്തെ സർവന്റ് ഒന്നും അല്ലല്ലോ. അതിനിവള് വേലക്കാരിയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ അമൂല്യ? ദീപാവലി ഫംഗ്ഷൻ പോലെ ഈ പാർട്ടിയും സക്സസ് ആക്കണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ല, ഇവളുടെ ടാലന്റ് കണ്ടുപിടിച്ചതിന് ഞാനെന്താ തെറ്റ് ചെയ്ത പോലെയാണല്ലോ സംസാരിക്കുന്നത്. അതങ്ങനല്ലേ അമ്മേ? വേദാന്ത്, ഇത് വീട്ടിലെ ഫംഗ്ഷൻ ആണെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞേ? വീട്ടിലെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ളവർ എൻജോയ് ചെയ്യുന്നതല്ല, മറിച്ച് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നവര് ഇവിടെ വന്ന് എൻജോയ് ചെയ്യുന്നതാ. സുഹാസിനി ആന്റി എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഏറ്റെടുത്തു. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. യെസ്, ഷീസ് റൈറ്റ്. നമ്മുടെ വീട്ടിലെ പാർട്ടി ആകുമ്പോൾ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടിയിരിക്കും. നിനക്ക് കുടിക്കാൻ ജ്യൂസ് എടുക്കാൻ പറയാം, ഓക്കെ?
ഞാൻ വിക്കിയുടെ കൂടെ പോയിട്ട് വരാം. അല്ലെങ്കിൽ അമ്മായിയമ്മയ്ക്ക് ദേഷ്യം വന്നത് പ്രശ്നാവേ. മിണ്ടാതിരിക്കും, ഇങ്ങനെ ഒച്ച വെക്കല്ലേ. ഞാൻ വീട്ടിൽ വന്നത് അറിഞ്ഞിട്ടുള്ളൂ, റൂമിൽ കയറി അറിഞ്ഞിട്ടില്ല. ചുമ്മാ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കല്ലേ. കല്യാണത്തിന് മുന്നേ പെണ്ണിന്റെ റൂമിൽ കയറുന്ന പറഞ്ഞ് ഗോസിപ്പ് നടത്തും ആൾക്കാർ. സോറി. ഈ മുറിയിൽ എന്തെടുക്കായിരുന്നു? ഞാൻ ഈ മുറിയിൽ വന്നപ്പോ ആരെയും കണ്ടില്ലല്ലോ. എപ്പോഴാ വന്നെന്ന് പറ. കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുന്ന ഒരു ശീലമായി പോയി. എന്നെ തക്കിടുവാകല്ലേ. ദേഷ്യം വരുമ്പോ എന്ത് സുന്ദരിയാ എന്റെ ഡൊണാൾഡക്ക്. റൊണാൾഡ് ഡെക്ക അതിഥി അത് വിക്കിയോടും പറഞ്ഞല്ലേ. ഇതിനൊന്നും ഒരു കുറവുമില്ല. അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. വേദാന്തി ചേട്ടനോട് സംസാരിച്ചോ? അത് പറ. ഇതിപ്പോ വലിയ കഥയെ. ചേട്ടനോട് സാധാരണ കാര്യം തന്നെ പറയാൻ എനിക്ക് പേടിയാ. അങ്ങനെയുള്ളപ്പോ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് എളുപ്പമാണെന്ന് വിചാരിച്ചോ? അപ്പോ വേദാന്തി ചേട്ടനോട് ഇതുവരെ സംസാരിച്ചില്ലേ? ആക്ച്വലി പറഞ്ഞില്ല, പക്ഷെ ഞാൻ പറയും. പക്ഷെ അതിനു മുമ്പ് നമുക്ക് കുറച്ച് റൊമാൻസ് ആയാലോ?